തണൽ മരങ്ങൾ മുറിച്ചത് വിവാദമായി. അനുമതിയില്ലാതെയാണ് ഇവ മുറിച്ചതെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസിലി ജോസ്. കുടിശ്ശിക കൂടാതെ വായ്പ തുക അടച്ച കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ നൽകി സഹകരണ ബാങ്കിന്റെ ആദരം. തൊടുപുഴ കാർഷിക വികസന ബാങ്കാണ് വ്യത്യസ്തമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായത്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അഭ്യുതകാംക്ഷികളും ഒന്നിച്ചപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് ലഭിച്ചത് നല്ലൊരു സ്നേഹവീടാണ്. സംസ്ഥാന സർക്കാർ ആരോടാണ് പിടിവാശി കാണിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവകാശങ്ങൾ കവരുന്ന നടപടിക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഷമീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ തണൽ മരങ്ങൾ മുറിച്ചത് വിവാദമായി. അധികൃതരുടെ നിർദ്ദേശാനുസരണമാണ് മോർ ജംഗ്ഷനിലെ മരങ്ങൾ മുറിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മരം മുറിക്കൽ വിവാദമായതോടെ എല്ലാവരും കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. ഇവിടെ നിന്ന് മുറിച്ച മരങ്ങൾ മലങ്കര എസ്റ്റേറ്റിന് സമീപമാണ് ഇട്ടിരിക്കുന്നത്. ഇതേസമയം അനുമതിയില്ലാതെയാണ് തണൽ മരങ്ങൾ മുറിച്ചതെന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസിലി ജോസ് പറയുന്നത്. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസത്തിൽ രാവിലെ 8 മണിക്ക് തന്നെ, ഇപ്പോൾ തലേ ദിവസം പറഞ്ഞതനുസരിച്ച് 8 മണിക്ക് തന്നെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ഞങ്ങൾ ഹെൽത്ത് ജീവനക്കാരും മുനിസിപ്പാലിറ്റിയിലെ മറ്റ് ജീവനക്കാരും വർക്കേഴ്സും എല്ലാവരും എത്തിച്ചേർന്നു. 8 മണിക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ ഹാരാർപ്പണം ചെയ്തു. നമ്മുടെ ദേശീയ ഗാനം ആലപിച്ചു. അതിനുശേഷം തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ തൊഴിലാളികളെ, നമ്മുടെ വർക്കേഴ്സിനെ 4-5 പോയിൻറ്റുകളിൽ അവരെ കൊണ്ട് ആക്കി ക്ലീനിങ്ങിന് വേണ്ടി. അതായത് നമ്മുടെ അതിർത്തി പ്രദേശമായ കരിങ്കുന്നം പഞ്ചായത്തിൻ്റെയും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി വരെ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിനെ അവിടെ എത്തിച്ചു. തുടർന്ന് ക്ലീനിങ് ആരംഭിച്ചു. പക്ഷേ അതിനിടയ്ക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ KSRTC ജംഗ്ഷനിലെ മരം മുറിക്കൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആർക്കും വ്യക്തമായ അറിവൊന്നുമില്ലാതെ, അപ്പോൾ ക്ലീനിങ്ങിന് നേതൃത്വം കൊടുത്തവരായിരിക്കും എന്നാണ് ഞങ്ങളും കരുതിയത്. പക്ഷേ പിന്നീടാണ്, അന്ന് വൈകുന്നേരം പലരും വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആരുടെയും അറിവില്ലാതെ, അറിവോടെ അല്ലാതെയാണ് ഈ മരം മുറിക്കൽ കർമ്മം നടത്തിയതെന്ന്. ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് എന്ന് മുനിസിപ്പൽ അധികൃതർക്ക് അറിയില്ല. പലരും വിളിച്ച് ചോദിച്ചു. ഞാനതിന് ഉത്തരം കൊടുത്തു. ഞങ്ങൾക്ക് അറിവില്ല, ഞങ്ങളുടെ അറിവോടെ അല്ല, മുനിസിപ്പാലിറ്റി അധികൃതരുടെ അറിവോടെ അല്ല മരം മുറിച്ചത് എന്ന് ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പല പത്രക്കാരും വിളിച്ചു, KICBയോട് അന്വേഷിച്ചു, PWD ഡിപ്പാർട്ട്മെൻറ്റിനോട് അന്വേഷിച്ചു. അവർക്കും അറിയില്ല എന്ന് അറിയാൻ കഴിഞ്ഞു. മരങ്ങൾ മുറിക്കുന്നതിന് ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. നമ്മളിവിടെ ഒരു മരം മുറിക്കണമെങ്കിൽ ട്രീ കമ്മിറ്റി വിളിച്ചു ചേർത്ത് അവരുടെ അംഗീകാരത്തോടെ മാത്രമേ മരങ്ങൾ മുറിക്കാറുള്ളൂ. കുടിശ്ശിക കൂടാതെ വായ്പ തുക അടച്ച കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ നൽകി സഹകരണ ബാങ്കിന്റെ ആദരം. തൊടുപുഴ കാർഷിക വികസന ബാങ്കാണ് വ്യത്യസ്തമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായത്. വായ്പത്തുക കൃത്യമായി തിരിച്ചടച്ച കർഷകർക്ക് വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോളമൻ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ കാർഷിക വികസന ബാങ്കിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണെന്ന് സോളമൻ അലക്സ് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും വലിയ കാർഷിക വായ്പ കൊടുക്കുന്ന ഒരു ബാങ്കാണ് കേരളത്തിലെ കാർഷിക ദീർഘകാല വായ്പയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്
നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വായ്പകൾ കൊടുക്കുന്നത്. ഒരു ഇടുക്കി ജില്ലയിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ല, വയനാട് ജില്ലകൾ പോലുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കാർഷിക ലോൺ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ബിജെപിയുടെ ഏറ്റവും നല്ല ഔട്ട്സ്റ്റാൻഡിങ്ങാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം COVID-19 വായ്പക്കാർക്ക് വായ്പ കൊടുക്കാം, പക്ഷെ വായ്പ തിരിച്ചടക്കുന്നുണ്ട്. സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. മൊറട്ടോറിയം എന്താണെന്ന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചവർക്കും അറിയില്ല, ഇത് കൊടുക്കേണ്ടവർക്കും അറിയാത്തൊരു കാലഘട്ടത്തിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് കോടതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എങ്ങനെ കർഷകരെ സഹായിക്കാം. ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ കെ ആന്റണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, ഡയറക്ടർമാരായ TM സലീം, PJ അവിര, NI ബെന്നി, TM ജോർജ് തൈമറ്റം, റിജി കുന്നങ്കോട്ട്, KM സലീം, PD പുഷ്പകുമാർ, ലൈസമ്മ ശശി, ലിസി ജോസ്, മറിയമ്മ ബെന്നി, സെക്രട്ടറി CD ജോളി, അസിസ്റ്റന്റ് സെക്രട്ടറി M ഹണിമോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രളയ പുനർനിർമ്മാണത്തിൽ ചെറുതോണിയിൽ നടക്കുന്ന നിർമ്മാണങ്ങളിൽ വൻ അഴിമതി. നിർമ്മാണം പൂർത്തിയാക്കിയ ഭിത്തിയിൽ നിന്നും കോൺക്രീറ്റ് കഷ്ണങ്ങൾ കൈകൾ കൊണ്ട് തോണ്ടിയാൽ പോലും ഇളകുന്ന നിലയിലാണ്. 2018 ചെറുതോണി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രളയത്തിലാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ചെറുതോണി ആലിഞ്ചൂട് റോഡ് തകർന്നത്. 400 മീറ്ററോളം റോഡ് പൂർണ്ണമായും ഒഴുകിപ്പോയിരുന്നു. ഈ ഭാഗത്താണ് ഇപ്പോൾ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 49 കോടി രൂപ മുതൽ മുടക്കിലാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം. എന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ നിന്നും കോൺക്രീറ്റ് ഇളകി വീഴുകയാണ്. ഇടുക്കി ഡാം, ചെറുതോണി അണക്കെട്ടുകൾ തുറന്നുവിടുന്ന സമയങ്ങളിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് സമീപത്തുള്ള കോളനിക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അണക്കെട്ട് തുറന്നുവിടുമ്പോൾ കുതിച്ചെത്തുന്ന ജലത്തിന്റെ ശക്തിയെ ഇപ്പോഴത്തെ ഈ കോൺക്രീറ്റ് ഭിത്തി അതിജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പാലാരിവട്ടം പാലത്തിന്റെ അഴിമതിക്ക് സമാനമായാണ് ഈ അഴിമതിയെന്നും സംഭവത്തിൽ വിജിലൻസും CBIയും അന്വേഷണം നടത്തണമെന്നും BJP ഇടുക്കി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് മീനത്തേരിയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് സംസ്ഥാന നാഷണൽ ഹൈവേ അതോറിറ്റി മൂവാറ്റുപുഴ ഡിവിഷനിൽ നിന്ന് ടെൻഡർ ചെയ്ത് എടുത്തിട്ടുള്ള ആൻടെക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ വർക്ക് ചെയ്തത്. ഈ വർക്കിനകത്ത് വൻ അഴിമതി ഉണ്ടെന്ന് ആദ്യമേ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനു പുറമെ ഈ ഇവിടം വരെ കെട്ടുകയും അതിനു പുറമെ വേറൊരു സംരക്ഷണ ഭിത്തി എന്ന നിലയ്ക്ക് അടുത്ത കമ്പനിക്ക് തൊട്ടു താഴെ പണിതുകൊണ്ടിരിക്കുന്നത് വേറൊരു സംരക്ഷണം എന്ന നിലയ്ക്കാണ്. ഇത് ഡാം തുറന്നു വിടുമ്പോൾ ആ വെള്ളത്തിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി കെട്ടുന്ന പില്ലറാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെയല്ല, യഥാർത്ഥത്തിൽ നിർമ്മിക്കേണ്ടത് മോൾ സൈഡിലാണ്. ഇതിന്റെ ഭീഷണിയുള്ള സ്ഥലത്തല്ല, ഇത് വിജാനമായ സ്ഥലത്ത്. ഇതിന്റെ ഇപ്പുറത്താണെങ്കിൽ ഇത് മലയായിട്ട് നിൽക്കും, അതിന്റെ പുറകെ കൊണ്ടുവന്നിട്ട് അത് കെട്ടേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഇതിനകത്ത് വൻ അഴിമതി നടന്നിട്ടുണ്ട്. ദേശീയപാതയുടെ മൂവാറ്റുപുഴ സെക്ഷന് കീഴിലാണ് ചെറുതോണിയിലെ നിർമ്മാണങ്ങൾ നടത്തുന്നത്. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്നും BJP ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അഭ്യുദയകാംക്ഷികളും ഒന്നിച്ചപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് നല്ലൊരു സ്നേഹവീടായി. കൊറോണ കാലത്ത് നൽകുന്ന 2ാമത്തെ സ്നേഹവീടാണിത്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അഭ്യുദയകാംക്ഷികളും ഒന്നിച്ചപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് നല്ലൊരു സ്നേഹവീടായി. കൊറോണ കാലത്ത് നൽകുന്ന 2ാമത്തെ സ്നേഹവീട്. 1,40,000 രൂപ ചെലവിൽ പുനർനിർമ്മിച്ച വീടിന് 25,000 രൂപ സംഭാവന നൽകിയത് ഫാദർ ജോസഫ് പുത്തൻകുളം മെമ്മോറിയൽ ട്രസ്റ്റാണ്. കൂടാതെ തൊടുപുഴ ജോസ് ഇലക്ട്രിക്കൽസ്, നെയ്യശ്ശേരി സ്വദേശി ബിനു, വണ്ണപ്പുറം സ്വദേശി സിനോജ്, കോടിക്കുളം സ്വദേശി സെസിൽ എന്നിവർ സഹകരിച്ചു. കൊടുവേലി ലക്ഷം വീട് കോളനിയിലുള്ള ശോച്യാവസ്ഥയിലായിരുന്ന വീടിന്റെ തേപ്പ്, ഫ്ലോറിംഗ്, വയറിംഗ്, പെയിന്റിംഗ്, ശുചിമുറിയുടെ അറ്റകുറ്റപ്പണി എന്നിവയാണ് ചെയ്തു നൽകിയത്. മുൻ വർഷങ്ങളിലായി NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് നേതൃത്വത്തിൽ ഒരു വീട് പൂർണ്ണമായും 7 വീടുകൾ ഭാഗികമായി നിർമ്മിച്ചു നൽകിയിരുന്നു. തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കൽ മാത്രമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതും തങ്ങളുടെ ഉത്തരവാദിത്തമായി കരുതുന്നവരാണ് ഇവിടുത്തെ അധ്യാപകർ. അതാണ് ഈ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നതും. ഏറ്റവും നല്ല ഭൗതിക സൗകര്യങ്ങളുള്ള സ്കൂൾ സാമൂഹ്യ പ്രതിബദ്ധതയിലും പാഠ്യേതര കാര്യങ്ങളിലും വളരെ മുന്നിലാണ്. വളരെ കൃത്യമായി ഓൺലൈൻ ക്ലാസുകളും കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു.
പദ്ധതിയെ സ്കൂൾ മാനേജർ ഫാദർ ജോൺ ആനിക്കോട്ടിൽ അഭിനന്ദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, ഹെഡ്മിസ്ട്രസ് സിനിമോൾ ജോസ്, PTA പ്രസിഡന്റ് KU സുദർശൻ എന്നിവർ ആശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി ജെയിൻ ജോസ്, ഡോക്ടർ സാജൻ മാത്യു എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാളിയാർ. സംസ്ഥാന സർക്കാർ ആരോടാണ് പിടിവാശി കാണിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ചോദിച്ചു. ചെറുതോണിയിൽ പാർട്ടി നടത്തിവരുന്ന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, മത, വ്യാപാര സംഘടനകളും ഒന്നിച്ചാവശ്യപ്പെട്ടിട്ടും ഭൂപതിവ് നിയമഭേദഗതി എന്ന 2019 ഡിസംബർ 17 സർവകക്ഷി യോഗ തീരുമാനം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ആരോടുള്ള പിടിവാശി തീർക്കാനാണെന്ന് വ്യക്തമാക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ആവശ്യപ്പെട്ടു. ചെറുതോണിയിൽ നടന്നുവരുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ 42ാം ദിവസത്തെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ ജേക്കബ്. മുട്ടം മണ്ഡലത്തിലെ നേതാക്കളാണ് സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുന്നതിന് പകരം നിയമഭേദഗതി ഉണ്ടാക്കുവാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും MJ ജേക്കബ് ആവശ്യപ്പെട്ടു. ആ വിധി പ്രകാരം 64ലെയും 93ലെയും പട്ടയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തുകയാണെങ്കിൽ സംസ്ഥാനത്തുടനീളം ഏർപ്പെടുത്തണം. അല്ല എങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തി ഇതിന് പരിഹാരമുണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ സമരത്തുറയ്ക്ക് 42 ദിവസമായിട്ട് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആരെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ആരോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന ഗവൺമെന്റിനെ? ആർക്ക് വേണ്ടിയാണ് ഈ വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അവർ സത്യത്തിൽ ചെയ്യേണ്ടതെന്താണ്? അപ്പീൽ കൊടുക്കുവാൻ തയ്യാറാകാതെ സംസ്ഥാന ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നിയമനിർമ്മാണം നടത്തണം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുട്ടം മണ്ഡലം പ്രസിഡന്റുമായ KT അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറിമാരായ ജോസഫ് തൊട്ടിത്താഴത്ത്, മാത്യു പാലംപറമ്പിൽ, സെക്രട്ടേറിയറ്റ് അംഗം തോമസ് ജോസഫ് പുത്തൻപുര എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. KSC ജില്ലാ പ്രസിഡന്റ് എബിൻ വാട്ടപ്പള്ളി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവകാശങ്ങൾ കവരുന്ന നടപടിക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഷമീർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവകാശങ്ങൾ കവരുന്ന നടപടിക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പെൻഷൻ കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ജീവനക്കാരെ ആശങ്കയിൽ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് PU ദീപു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു. 17 മാസമായിട്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് DA എന്നത് ലഭിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ജീവനക്കാരനെ പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവുകളുമായാണ് കേരളത്തിലെ സർക്കാർ വരുന്നത്. എന്നാലോ 4.5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇടതുമുന്നണി അധികാരത്തിലേറുന്നതിന് വേണ്ടി കേരളത്തിലെ മുക്കിലും മൂലയും വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. LDF-രും എല്ലാം ശരിയാവുന്ന പറഞ്ഞിരുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവരും സർക്കാർ ജീവനക്കാരും അടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ജീവനക്കാർക്കുമെല്ലാം വളരെ നിരവധിയായ ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്തിരുന്ന മുഖ്യമന്ത്രിയെ അട്ടിമറിച്ചുകൊണ്ട് എന്തിനു വേണ്ടി കവലകളിൽ വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് ഉണ്ടാകുന്ന വളരെ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ ഫ്ലക്സ് അതിന് താഴെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു LDF-രും എല്ലാം ശരിയാവും. പ്രിയപ്പെട്ട സർക്കാർ, ഞങ്ങൾ ഓർത്തില്ല നിങ്ങൾ ഞങ്ങളെ ശരിയാക്കുമാണെന്നാണ് വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഓർത്തത് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, ഇവിടുത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചു. ശരിയാക്കുമെന്ന് പറഞ്ഞാൽ നല്ലൊരു യുഗമന്ത്രി വരുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേയോ ഇപ്പോൾ ശരിക്കും ശരിയാക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയാണെന്ന് യോഗം ആരോപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം UM ഷാജി, സെക്രട്ടറി അലക്സാണ്ടർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രഖ്യാപനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രഖ്യാപനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 13 വാർഡുകളിലും ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അന്താരാഷ്ട്ര ശുചിത്വ വെബിനാറിലേക്ക് പഞ്ചായത്തിന് ക്ഷണം ലഭിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് ഡാലി ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജ്മോഹൻ നായർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ
ഒഴുക്കിവിടുകയോ ചെയ്യാൻ പാടില്ലായെന്നും അങ്ങനെ ചെയ്താൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും. മികച്ച പ്രവർത്തനം, കൃത്യമായ പ്ലാസ്റ്റിക് ശേഖരണം, മറ്റ് അജൈവ മാലിന്യ ശേഖരണം, യൂസർ ഫീ പിരിവ്, സ്വന്തമായ വാഹന സൗകര്യം എന്നിവ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ എടുത്തു പറയത്തക്ക നേട്ടങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. തൊടുപുഴ മുനിസിപ്പൽ 29-ാം വാർഡിൽ മലേപ്പറമ്പിൽ റോഡ് ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമെന്ന് പരാതി. 3 വർഷം മുൻപ് കുടിവെള്ള വിതരണത്തിനായി പൈപ്പുകൾ ഇറക്കിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല. കഴിഞ്ഞ ദിവസം ഇറക്കിയ പൈപ്പുകൾ തിരികെ എടുത്തുകൊണ്ടുപോയതായും പ്രദേശവാസികൾ പറഞ്ഞു. ആരാണ് പൈപ്പുകൾ തിരികെ കൊണ്ടുപോയതെന്നും തങ്ങൾക്ക് അറിവില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ടാന്ന് തുടങ്ങിയിട്ട് 3 വർഷം ആൾക്കാരായിട്ടുണ്ട്. അതിനോട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കൗൺസിലറോട് ചോദിക്കുമ്പം പുള്ളിക്കും അറിയാൻ പാടില്ല എന്നാണ് പുള്ളി പറയണം. നേരെ കൊണ്ട് ഇറക്കിയത് ആരാന്നുള്ളത് അവർക്കറിയാൻ പാടില്ല. ഇറക്കിയ കുറേ പേര് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതെ, കൗൺസിലർക്ക് അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. കുറേ താഴെ ഇറക്കി, താഴെ അത് പിന്നെ ആദ്യം അവർ വന്ന് കയറ്റിക്കൊണ്ട് പോയി. കുറേ അവർ തന്നെ കയറ്റിക്കൊണ്ട് പോയിട്ട് ബാലൻസ് ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കുന്ന ഇത്രയും പൈപ്പ് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് ഇടാനായിട്ടുള്ളതാണെന്നും പറഞ്ഞാണ് ഇന്ന് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. വാർഡ് കൗൺസിലറുമായി പ്രദേശവാസികൾ ബന്ധപ്പെട്ടെങ്കിലും അറിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് പറയുന്നു. 29-ാം വാർഡിലെ കാട്ടുതല ഭാഗത്തും കുടിവെള്ളം ലഭ്യമല്ല. തൊട്ടടുത്ത വാർഡിലെ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഇവർക്ക് വെള്ളം ലഭിച്ചിരുന്നത്. അതും നിലച്ച മട്ടാണ്. കുടിവെള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തൊടുപുഴ വിൻസെൻഷ്യൽ ആശ്രമത്തിൽ സോളാർ സ്ഥാപിച്ചു. വൈദ്യുതി സ്വന്തമായി നിർമ്മിച്ച് ഉപയോഗിക്കുവാനും കൂടുതലുള്ള വൈദ്യുതി KSEBക്ക് നൽകാവുന്ന രീതിയിലുമുള്ള ഗ്രിഡ് സംവിധാനത്തിലാണ് ആശ്രമത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത്. തൊടുപുഴ വിൻസെൻഷൻ ആശ്രമത്തിൽ സോളാർ സ്ഥാപിച്ചു. വൈദ്യുതി സ്വന്തമായി നിർമ്മിച്ച് ഉപയോഗിക്കാനും കൂടുതലുള്ള വൈദ്യുതി KSEBക്ക് നൽകാവുന്ന രീതിയിലുള്ള ഗ്രിഡ് സംവിധാനത്തിലാണ് ആശ്രമത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത്. തൊടുപുഴയിലെ പ്രമുഖ ഇലക്ട്രോണിക് സ്ഥാപനമായ പ്രൊഫസർ ജോസ് എബ്രാഹത്തിന്റെ ഉടമസ്ഥതയിൽ ആദം സ്റ്റാർ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എയിൽ ഇലക്ട്രോണിക്സ് ആണ് പാനൽ സ്ഥാപിച്ചത്. 25 വർഷം ഗ്യാരണ്ടിയാണ് സോളാർ പാനലിന് ലഭിക്കുന്നത്. അത്രയും വർഷം ഈട് നിൽക്കുന്ന തരത്തിലുള്ളതാണ് അനുബന്ധ വസ്തുക്കളും. കംപ്ലീറ്റ് ഐറ്റംസ് കമ്പനിയുടെ ആയതുകൊണ്ട് നമുക്ക് സർവീസ് കാര്യങ്ങളിലും വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ ഓരോ എഞ്ചിനീയർ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു 5-6 എഞ്ചിനീയേഴ്സ് കേരളത്തിലുണ്ട്. സർവീസൊക്കെ എപ്പോഴും വിളിച്ചാൽ ഓടി വരും. അതുപോലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സ്ട്രക്ചറിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 25 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും നമ്മൾ 25 വർഷം വർക്ക് ചെയ്യണം, 25 അല്ലെങ്കിൽ 30 വർഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റീൽ ഇതെല്ലാം വളരെ ഗേജ് കൂടിയ പൈപ്പ്സാണ്. അതുപോലെ തന്നെ അപ്പോക്സി കോട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റിനെ പോലും നമുക്ക് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് വർക്ക് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടുള്ള എല്ലാ ലിയസണിങ് വർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ പേപ്പർ വർക്കും ഇൻസ്റ്റലേഷനും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. മികച്ച വിൽപ്പനാനന്തര സേവനം നൽകിയാണ് തൊടുപുഴ ആദം സ്റ്റാർ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എയിൽ ഇലക്ട്രോണിക്സ് സോളാർ പാനൽ സ്ഥാപിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജ്യത്തെ മുഴുവൻ കർഷക പ്രക്ഷോഭത്തോടും KSKS ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊടുപുഴയിൽ യോഗം നടത്തി. CPIML റെഡ് ഫ്ലാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ K. ടോമി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെ പൂർണ്ണമായും കുത്തകവൽക്കരിക്കുന്ന രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തന്നെ ഭീഷണിയിലാക്കുന്ന കലാകൃഷിക്ക് വലിയ തോതിലുള്ള പ്രോത്സാഹനം എടുത്തുകൊണ്ട് കൃഷിയെ കുത്തകവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്തിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന 3 കർഷക ബില്ലുകൾ അങ്ങേയറ്റം കർഷക വിരുദ്ധവും അതോടൊപ്പം തന്നെ ജനവിരുദ്ധവുമാണ്. ആ ബില്ലുകൾ അടിയന്തരമായി പിൻവലിക്കണം എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേത്, ഈ കർഷക വിരുദ്ധ ബില്ലുകൾക്കെതിരെ രാജ്യത്തുടനീളം അതിശക്തമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കർഷകന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ, കേരളം അത്ര വലിയൊരു കർഷക സംസ്ഥാനമൊന്നുമല്ല, എന്നാൽ
കാലങ്ങളായി പാരമ്പര്യമായിട്ട് വലിയ തോതിലുള്ള ആധുനികമായിട്ടുള്ള കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ, ഇവിടങ്ങളിലെല്ലാം കർഷകർ തെരുവിലാണ്. വെറുതെ തെരുവിലിറങ്ങുക മാത്രമല്ല, അവരവിടെ നാടിനെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽ റോക്കോ എന്ന പേരിൽ നോർത്ത് ഇന്ത്യയിലാകമാനം നടക്കുന്ന സമരങ്ങളിൽ റെയിൽ പാതകളിൽ ഇറങ്ങിക്കൊണ്ട് കർഷകർ ട്രെയിനുകൾ തടഞ്ഞുകൊണ്ട് സമരം ചെയ്യുകയാണ്. അവർ റെയിൽ പാതകൾ കയ്യേറിയിരിക്കുകയാണ്. തൊടുപുഴ BSNL ഓഫീസിന് മുൻപിൽ നടന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം KA സദാശിവൻ അധ്യക്ഷത വഹിച്ചു. റെഡ് ഫ്ലാഗ് ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ, യുവജനവേദി ജില്ലാ സെക്രട്ടറി ജോർജ് തണ്ടേൽ, TUCL ജില്ലാ കമ്മിറ്റി അംഗം TJ ബേബി എന്നിവർ സംസാരിച്ചു. സഞ്ചാരികൾക്ക് കുളിർക്കാറ്റിന്റെ വിരുന്നൊരുക്കി മാക്പാറ വ്യൂ പോയിന്റ്. അധികം ആരാലും അറിയപ്പെടാത്ത മാക്പാറ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. അധികം ആരാലും അറിയപ്പെടാത്ത മാക്കുപാറ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാനപാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി വട്ടോൻപാറയിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാക്കുപാറ വ്യൂ പോയിന്റിൽ എത്താം. ഇടുക്കി ആർച്ച് ഡാം നിർമ്മാണകാലത്ത് ഓടിക്കൊണ്ടിരുന്ന മാക്ക് വാഹനങ്ങളുടെ രൂപസാദൃശ്യം പാറയ്ക്കുള്ളതുകൊണ്ടാണ് ഈ പാറയെ മാക്കുപാറ എന്ന് അറിയപ്പെടുവാൻ കാരണം. സദാസമയവും വീശിയടിക്കുന്ന തണുത്ത കാറ്റും കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭൂരിഭാഗവും മാക്കുപാറയ്ക്ക് മുകളിൽ നിന്നാൽ കാണുവാൻ സാധിക്കും എന്നത് തന്നെയാണ് മാക്കുപാറയുടെ പ്രധാന ആകർഷണം. ഇത് മാക്കുപാറ. നമ്മളത് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ കഞ്ഞിക്കുഴിയുടെ പകുതിയോളം സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റ് വരാറുണ്ട്. പക്ഷെ ഇതൊട്ടും സേഫ് അല്ല. അത് നമ്മുടെ പഞ്ചായത്തും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വന്ന് ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ല സ്ഥലമായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. കഞ്ഞിക്കുഴി വാഴത്തോപ്പ് പഞ്ചായത്തുകളെ അതിർത്തി വേർതിരിക്കുന്ന പാൽക്കുളം മേടും വെള്ളത്തൂവൽ പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന പെരിയാർകരയിലെ കുടകല്ലും കോടാലിപ്പാറയുടെയും മാക്കുപാറയിൽ നിന്നുള്ള വിദൂര ദൃശ്യം ഏത് ഒരു സഞ്ചാരിക്കും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. അപൂർവ ഇനം കാട്ടുപൂക്കളുടെയും ഉരകവർഗത്തിൽപ്പെട്ട ജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് മാക്കുപാറ എന്നതും സഞ്ചാരികളിൽ കൗതുകം ഉണർത്തുന്നു. മാക്കുപാറയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പഞ്ചായത്തോ ടൂറിസം വകുപ്പോ നാളിതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇരുവശങ്ങളും അഗാധമായ ഗർത്തങ്ങളുള്ള മാക്കുപാറയ്ക്ക് സുരക്ഷാവേലി സ്ഥാപിച്ച് സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കിയാൽ ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാക്കുപാറ മാറും എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്നും ബസ് ഓൺ ഡിമാൻഡ് സർവീസിന് തുടക്കമായി. കോതമംഗലത്ത് നിന്നും ആരംഭിച്ച ആദ്യത്തെ ബോൺ സർവീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഏറ്റുമാനൂർ വഴിയാണ് സർവീസ്. ATO P രഞ്ജിത്ത്, ഇൻസ്പെക്ടർമാരായ അനസ് ഇബ്രാഹിം, സണ്ണി പോൾ, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ VP റഷീദ് എന്നിവർ സന്നിഹിതരായിരുന്നു. പൊതുഗതാഗത മാർഗത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സർവീസ് എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവരുടെ എല്ലാം ഒരു സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുമ്പോഴും ഗവൺമെൻറ് KSRTCയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലാണ്, കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം, ബോണ്ട് സർവീസ് എന്നുള്ള പുതിയ ആശയം KSRTC മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് KSRTCക്ക് സാമ്പത്തിക ലാഭം എന്നുള്ളതിനപ്പുറത്ത് ജീവനക്കാരായിട്ടുള്ള ആളുകൾ, സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമൊക്കെ ജോലിയെടുക്കുന്ന ജീവനക്കാർക്ക് ഈ ഒരു സർവീസ് ഏറെ ആശ്വാസകരമാകുന്ന കാര്യം സംശയമില്ല. അപ്പോൾ നമ്മൾ ഈ സർവീസിൻ്റെ വിജയം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ തുടർച്ചയിലും നമുക്ക് ഈ സർവീസ് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇത് വിജയിച്ച് മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് മാത്രമാണ് തുടർച്ചയിൽ മറ്റ് മേഖലകളിലേക്കും നമുക്ക് ഇത്തരം സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി കളപ്പുരയ്ക്കൽ പാടത്ത് ആന്റണി ജോൺ MLA നെൽകൃഷി വിത്ത് വിതച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MS പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ വർഗീസ് കൊന്നനാൽ, തോമാച്ചൻ ചാക്കോച്ചൻ, ഷിബു പാടപ്പറമ്പത്ത്, കൃഷി ഓഫീസർ മനോജ്, ജോയി പോൾ, MK വിജയൻ, തോമസ് പോൾ, സജീവ് ഗോപാലൻ, സെക്രട്ടറി KK ബിനോയ് എന്നിവർ പങ്കെടുത്തു. കോവിഡിന് ശേഷമുള്ള കേരളം ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാകാമെന്നുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ്
ഗവൺമെൻറ് സുഭിക്ഷ കേരളം പദ്ധതി ആവിഷ്കരിക്കുകയും അത് ജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി കാർഷിക രംഗത്ത് വലിയൊരു ഇടപെടൽ നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. കോതമംഗലം മണ്ഡലത്തിലാകെ പരിശോധിക്കുമ്പോഴും ആ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമുക്കൊട്ടേറെ പ്രദേശങ്ങളിൽ ഇതുപോലെ ജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി സർവീസ് സഹകരണ ബാങ്കുകളും കാർഷിക കൂട്ടായ്മകളും ഒക്കെ ചേർന്നുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് പ്രദേശങ്ങൾ ഇപ്പോൾ കൃഷിയോഗ്യമാക്കി മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയിലും ഇത് നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തുടർച്ചയിൽ ഇത് നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ തുടർച്ചയിലും ബാങ്ക് നടത്തണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല്ലാരിമംഗലം പഞ്ചായത്തിൽ നിന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനവിധി തേടും. ഒന്നാം ഘട്ട പ്രഖ്യാപന പ്രകാരം 5 വാർഡുകളിലാണ് പാർട്ടി ജനവിധി തേടുക. രണ്ടാം ഘട്ടം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അലി മുഹമ്മദ് അറിയിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ശോചനീയാവസ്ഥയും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയവും പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളും നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തിൽ പിന്നോട്ട് അടിച്ചിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റിനെ തടയുന്ന കാര്യത്തിൽ ഇരുമുന്നണിയിലും കാണിക്കുന്ന നിസ്സംഗത, ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഭയത്തിൽ നിന്നും മോചനം, വിശപ്പിൽ നിന്നും മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന SDP സാരഥികൾക്ക് വിവേചനമില്ലാത്ത വികസനത്തിനു വേണ്ടി അവരെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാലം മാറി, കാക്കകളും രാത്രി ഷിഫ്റ്റിൽ. കാരിക്കോട് ഗണപതി അമ്പലത്തിൽ നിന്നുള്ള ദൃശ്യം. രാത്രിയിൽ ഈയലുകളെ അകത്താക്കുവാനാണ് ഇവരുടെ ശ്രമം. കോവിഡ് കാലഘട്ടത്തിൽ സദ്യവട്ടങ്ങൾ കുറഞ്ഞതോടെ കാക്കകളും പട്ടിണിയിലാണ്. കാരിക്കോട് അമ്പാടി സ്റ്റോഴ്സ് ഉടമ ഹരികുമാർ തോപ്പിൽ പകർത്തിയ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ കാലനായി പ്രവർത്തിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് നേതാവ് NJ ചാക്കോ. കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം നടത്തിവരുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ 40ാം ദിവസത്തെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റ ജനതയുടെ മേൽ വലിയ തോതിലുള്ള കരിനിയമങ്ങൾ നടപ്പിലാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട മുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങളുടെ കാലനായി പ്രവർത്തിക്കുകയാണെന്നും കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് NJ ചാക്കോ പറഞ്ഞു. കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എത്രയോ വർഷങ്ങളായി ഈ ജില്ലയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഈ ജനങ്ങളുടെ മേൽ ഇതുപോലെയുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട പിണറായി സർക്കാർ ഇന്ന് അവരുടെ കാലന്മാരായി വാഴുന്ന സ്ഥിതിയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ജില്ലകളും അടക്കം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി ഈ നാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരടക്കം ഈ സംസ്ഥാനത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലിബിൻ ജോയി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചിക്കരോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. OS ജോസഫ്, കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ബെന്നി പുതുപ്പാടി, ജില്ലാ സെക്രട്ടറി KK വിജയൻ, ജോസ് ദേവസ്യ, സാം ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ 75ാം വാർഷിക ദിനം ആഘോഷിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം MCITU ജില്ലാ പ്രസിഡന്റ് PS രാജൻ നിർവഹിച്ചു. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നാൽ സംസ്ഥാനം തൊഴിലാളി വിരുദ്ധ നടപടികൾ നഖശികാന്തം എതിർക്കുമെന്നും അത്തരത്തിലുള്ള യാതൊരു നടപടികൾ ഉണ്ടാവുകയില്ലെന്നും MCITU ജില്ലാ പ്രസിഡന്റ് PS രാജൻ പറഞ്ഞു.
വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് 75ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ 44 കേന്ദ്ര ട്രേഡ് യൂണിയൻ നിയമങ്ങൾ, തൊഴിലാളിക്ക് അനുകൂലമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ട് 4 ലേബർ കോഡുകളായി ചുരുക്കിയിരിക്കുക. ആ 4 ലേബർ കോഡുകളുടെ ചട്ടങ്ങൾ ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. കേരളത്തിലെ LDFന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ കേന്ദ്രം എന്ത് നിയമം ഉണ്ടാക്കിയാലും ചട്ടങ്ങൾ സംസ്ഥാനങ്ങളാണ് രൂപീകരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തൊഴിലാളി വർഗത്തിന് ദോഷകരമല്ലാത്ത രൂപത്തിലുള്ള ചട്ടങ്ങൾ മാത്രമേ കേരളത്തിൽ നടപ്പാക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CITU ജില്ലാ ഓഫീസിൽ നടന്ന യോഗത്തിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം VM മോഹനൻ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഷിബു, CITU ജില്ലാ കമ്മിറ്റി അംഗം MA ലാലിച്ചൻ എന്നിവർ സംസാരിച്ചു. അപൂർവ ചിത്രശലഭത്തെ കണ്ടെത്തി. തൊടുപുഴ കാരിക്കോട് തോപ്പിൽ ഹരികുമാറിന്റെ വീട്ടുമുറ്റത്താണ് ഇതിനെ കണ്ടെത്തിയത്. ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ളിൽ ജൽ ജീവൻ മിഷൻ പ്രകാരം സൗജന്യ ഗാർഹിക കുടിവെള്ള കണക്ഷന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വെള്ള പേപ്പറിൽ കെട്ടിട നമ്പർ, പൂർണ്ണ മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവയുൾപ്പെടെ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെ പകർപ്പും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണം. പദ്ധതി ചെലവിന്റെ 10% തുക ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16. സ്വിറ്റ്സർലൻഡിലെ സൗഹൃദ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം തനിമയും വ്യത്യസ്തവുമായ പ്രവർത്തനങ്ങളിലൂടെ സ്വിസ് മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്നു. ഈ വർഷത്തെ അവരുടെ പുതുമയാർന്ന ഒരു പ്രോഗ്രാമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും മഞ്ഞിൽ വിരിഞ്ഞ ഓർമ്മകൾ എന്ന പേരിൽ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകമായി പബ്ലിഷ് ചെയ്യുന്നത്. ിലെ സൗഹൃദ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം തനിമയും വ്യത്യസ്തവുമായ പ്രവർത്തനങ്ങളിലൂടെ സ്വിസ് മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്നു. ഈ വർഷത്തെ അവരുടെ പുതുമയാർന്ന ഒരു പ്രോഗ്രാമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും മഞ്ഞിൽ വിരിഞ്ഞ ഓർമ്മകൾ എന്ന പേരിൽ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത്. ആഖ്യാന രീതിയിലുള്ള വ്യത്യസ്തത കൊണ്ട് ആസ്വാദകരെ എന്നും വിസ്മയിച്ചിട്ടുള്ള കഥാകാരനായ സക്കറിയ മഞ്ഞിൽ വിരിഞ്ഞ ഓർമ്മകൾ ഒക്ടോബർ 25 രാവിലെ സ്വിസ് സമയം രാവിലെ 11 പ്രകാശനം ചെയ്യുമെന്ന് സംഘാടക സമിതി അംഗമായ ജെയിംസ് തെക്കേമുറി പറഞ്ഞു. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ സുനിൽ P. ഇളയടത്തിനും ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഈ വരുന്ന ഒക്ടോബർ മാസം 25 തീയതി നിർവഹിക്കുന്ന പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സക്കറിയ സാറിനും ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അനുഭവങ്ങളുടെ പുതിയ വർണ്ണങ്ങളിൽ തീർത്ത ഈ ഓർമ്മക്കുറിപ്പുകളെ മലയാളത്തിലെ പ്രമുഖ നിരൂപകനും വാഗ്മിയുമായ സുനിൽ P. ഇളയിടം വിശേഷിപ്പിക്കുന്നത് ഓർമ്മകളുടെ സിംഫണി എന്നാണ്. അസ്തിത്വവിധകളും സമകാലിക മനുഷ്യന്റെ പൊങ്ങച്ചങ്ങളോടും കാപട്യങ്ങളോടുള്ള പരിഹാസവും ഈ മൾട്ടി ഓതർ രചനകളെ മിഴിവുറ്റതാക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞ ഓർമ്മകൾ ഇന്ദുലേഖ.com, Amazon.in എന്നീ വെബ്സൈറ്റുകളിൽ നിന്നും ഓൺലൈനിൽ വാങ്ങാവുന്നതാണ്. സ്വിറ്റ്സർലൻഡിൽ പുസ്തകം നേരിട്ട് വാങ്ങുന്നതിന് 0797990923 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഇനി കോലാനിയിൽ നിന്നും വ്യത്യസ്തമാർന്ന ഒരു റേഷൻ കടയെ പറ്റിയുള്ള വാർത്ത കാണാം. ഇത് കോലാനിയിൽ പ്രവർത്തിക്കുന്ന 61ാം നമ്പർ പൊതുവിതരണ കേന്ദ്രം. മറ്റൊരു പൊതുവിതരണ കേന്ദ്രത്തിൽ കാണാത്ത പ്രത്യേകത ഇവിടെയുണ്ട്. പൊതുവിതരണ കേന്ദ്രത്തിന് മുൻപിലുള്ള ചെറിയൊരു പൂന്തോട്ടമാണത്. കൗതുകം തോന്നി അന്വേഷിച്ചപ്പോഴാണ് ആ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് കോലാനി കൂവക്കാട്ടിൽ അനു എന്ന യുവാവാണെന്ന് മനസ്സിലായത്. ഗാന്ധിജയന്തി ദിനത്തിലാണ് അനുവും കൂട്ടാളികളും ഇവിടെ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. 4 ദിവസത്തിനിപ്പുറം ചെടികൾ നന്നായി വളർന്നു തുടങ്ങിയിരിക്കുന്നു. കോലാനി ARD നമ്പർ 61 റേഷൻ കടയിൽ
ഞങ്ങൾ കുറച്ച് പൂന്തോട്ടവും കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. ഇതെല്ലാം എല്ലാവർക്കും മാതൃകയാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടി പണികൾ ചെയ്യാനുണ്ട്. ഗാന്ധി ജയന്തിക്ക് മരവും നട്ട് വെള്ളവും ഒഴിച്ചു പോയാൽ പിന്നീട് തിരിഞ്ഞു നോക്കാത്ത സ്ഥിരം അവസ്ഥയല്ല ഇവിടെ. ദിനവും രാവിലെ പൂന്തോട്ടത്തിലെത്തി വെള്ളം ഒഴിക്കുകയും ചെടികളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. പൂന്തോട്ടം നിർമ്മിക്കാമെന്ന് കൂട്ടുകാരോട് അനു പറഞ്ഞപ്പോൾ അവരാണ് റേഷൻ കടയുടെ പരിസരം വൃത്തിയാക്കാൻ കൂടെ നിന്നത്. കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് ഒരു രസത്തിന് കൂടെ കൂടിയതാണെന്നും പക്ഷേ ഇപ്പോൾ പൂന്തോട്ടം വളർന്നു തുടങ്ങിയപ്പോൾ തങ്ങൾക്കൊരു പ്രത്യേക അനുഭൂതിയാണെന്നും അനുവിന്റെ കൂട്ടാളികളും പറയുന്നു. അതെ, ഇതുപോലുള്ള യുവാക്കളാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. ചരമവാർത്ത. കരിമണ്ണൂർ കുന്നപ്പിള്ളിൽ KM മുള്ളർ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ജോളി, കോതമംഗലം ഇഞ്ചൂർ ഓലിമാട്ടൽ കുടുംബാംഗം. മക്കൾ അനു, ആൻമരിയ. ഇളം ദേശം വലിയ താഴത്ത് അഗസ്റ്റിന്റെ ഭാര്യ ജസീന്ത നിര്യാതയായി. 64 വയസ്സായിരുന്നു. പുൽപ്പറമ്പിൽ കുടുംബാംഗമായിരുന്നു. സംസ്കാരം നടത്തി. ഷീന അനൂപ്, ഷിനു മാർഷൽ, ബിനു അഗസ്റ്റിൻ എന്നിവർ മക്കളാണ്. അനൂപ് മാത്യു മാറാമറ്റത്തിൽ, മാർഷൽ കരിപ്പാൽ, നീതു കുരിയാലപ്പുഴ എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ തണൽ മരങ്ങൾ മുറിച്ചത് വിവാദമായി. അനുമതിയില്ലാതെയാണ് ഇവ മുറിച്ചതെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസിലി ജോസ്. കുടിശ്ശിക കൂടാതെ വായ്പ തുക അടച്ച കർഷകർക്ക് ഫലവൃക്ഷ തൈകൾ നൽകി സഹകരണ ബാങ്കിന്റെ ആദരം. തൊടുപുഴ കാർഷിക വികസന ബാങ്കാണ് വ്യത്യസ്തമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായത്. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അഭ്യുതകാംക്ഷികളും ഒന്നിച്ചപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് ലഭിച്ചത് നല്ലൊരു സ്നേഹവീടാണ്. സംസ്ഥാന സർക്കാർ ആരോടാണ് പിടിവാശി കാണിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവകാശങ്ങൾ കവരുന്ന നടപടിക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ വെസ്റ്റ് ബ്രാഞ്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഷമീർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏതെടുത്താലും 200 രൂപയ്ക്ക് ഒരു കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും 200 രൂപയ്ക്ക് സ്വന്തമാക്കൂ. ഡയറക്ട് ഫാക്ടറി സെയിൽ. ഓൾഡ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഫാക്ടറി ഔട്ട്ലെറ്റ്. വിലക്കുറവിന്റെ പീടിക. കാക്സിന് എതിർവശം, ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഔട്ട്ലെറ്റ് ഇനാഗുറേഷൻ സ്പെഷ്യൽ ഓഫർ. 1000 രൂപ വിലയുള്ള പ്രഷർ കുക്കർ വെറും 199 രൂപയ്ക്ക്. റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഒമേഗ ഓ ബ്രാൻഡ് നമ്പർ 1. വീടെന്ന നിങ്ങളുടെ സ്വപ്നം പൂർണ്ണതയോടെ സഫലമാകട്ടെ. ഒമേഗ ഓ ബ്രാൻഡ് റൂഫിംഗ് ടൈലുകൾ, തൊടുപുഴ, തൃശൂർ ആൻഡ് കാഞ്ഞിരപ്പള്ളി. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. K പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ, കലയുടെ പൂർണ്ണത. ഈ ഓണത്തിന് മഹാറാണിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ഒരുക്കി വിലക്കുറവിന്റെ ആഘോഷം. ഓണം സ്പെഷ്യൽ കളക്ഷൻസ്. 40 മുതൽ 70% വരെ വിലക്കുറവ്. കൂടാതെ മറ്റനവധി ഓഫറുകളും. മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.
സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം.